ഹലോ. ഓരോ വിത്തിലും ഭാവിയുടെ വാഗ്ദാനമുണ്ട്. ഓരോ കർഷകരിലും അതിനെ പരിപാലിക്കുന്നതിനുള്ള ശക്തിയുമുണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 1955 12ാമത്തെ കൊച്ചി തിരുവിതാംകൂർ ശാസ്ത്രീയ സാഹിത്യ ധർമ്മ സംഘങ്ങൾ രജിസ്റ്റർ ആക്കൽ ആക്ട് വഴി രജിസ്റ്റർ ആക്കപ്പെട്ടിട്ടുള്ള കിസാൻ സർവീസ് സൊസൈറ്റി ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, ഒരു NGO ആണ്, അതായത് ഒരു ധർമ്മ സംഘമാണ്. കൃഷിയെയും കർഷകരെയും കർഷക കുടുംബങ്ങളെയും കർഷക കൂട്ടായ്മകളെയും കർഷകരുടെ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരേ മനസ്കരായ ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കിസാൻ സർവീസ് സൊസൈറ്റി. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റി കേരളത്തിൻ്റെയും അതായത് സംസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൻ്റെയും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റേതൊരു ഏജൻസികളുടെയും കർഷകർക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഏതൊരു ആനുകൂല്യത്തെയും അത് ഈ കരിങ്കുന്നത്ത് കൊണ്ടുവന്ന് കർഷകരിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ എത്ര അങ്ങേയറ്റം വരെ പോകാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് പിന്തുണയില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് ഇവിടെ 62 പേര് നമുക്ക് ഇവിടെ പൈസ തന്ന് 2000 രൂപ വെച്ച് തന്ന് അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. ഓരോരുത്തരെയും വിളിച്ചു പറയാൻ പറ്റില്ല. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്ത് ഇവിടെ വന്നത് ഈ 3:45 എന്ന് പറഞ്ഞിട്ട് 4 ആയപ്പോഴാണെങ്കിൽ വന്നിരിക്കുന്ന ആളുകൾ ഇത്ര മാത്രമാണ്. ഈ പ്രസ്ഥാനം ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 10 ലക്ഷം രൂപയുടെ കാർഷിക ഉപകരണങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ 60%, കേരള ഗവൺമെന്റ് 20% ചേർത്ത് 80% സബ്സിഡിക്ക് ഈ കരിങ്കുന്നം പഞ്ചായത്തിലെ 48 കുടുംബങ്ങളിലായി നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ വിവേകാനന്ദ സ്വാമിയുടെ തീപ്പൊരി സൂക്തങ്ങളുണ്ട്. ആ സൂക്തങ്ങളിൽ ഒരു കാര്യമാണ്, നമ്മൾ എന്തുമാത്രം സാധനങ്ങൾ കൊണ്ടുവന്ന് ഉരുട്ടി വായിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് വിഴുങ്ങും. ചിലരുണ്ട് ആ വായിൽ നിന്ന് അത് കുത്തി താത്തി തരുവാണെങ്കിൽ അത്രയും കൂടെ എളുപ്പമാണെന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട്. അത് ഞാൻ പറഞ്ഞതല്ല, ഈ സൂക്തങ്ങളിൽ ഉള്ളതാണ്. ആ സൂക്തങ്ങളിൽ 2ാമത്തെ ഒരു വരിയുണ്ട്, ക്രിസ്തു ഇല്ലാതെ മണിമാളികളിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം തുണി കൊടുത്ത് തെരുവുകളിൽ ജീവിക്കുന്നതാണ്. ക്രിസ്തുവിനോടൊപ്പം തുണികൾ കൊടുത്ത് തെരുവുകളിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം, നല്ലത് എന്ന്. 3ാമത്തെ സൂക്തം മറ്റൊന്നാണ്, ഓരോ ആലിന്റെ കുരുവിലും കടുമണി പോലെയുള്ള ചെറിയ കുരുവാണ്. ആ കുരുവിൽ നിന്നും പുറപ്പെടുന്ന ആ ഒരു വൃക്ഷം നിങ്ങൾക്കറിയാം, ഒരു ആൽമരത്തിൽ ഒരു കുരുവിൽ നിന്നും ഉൾപ്പെടുന്ന ഒരു ആൽമരം, അതിന്റെ വലിപ്പം എത്രയും നിശ്ചയിക്കാൻ പറ്റും. ഒരു ഏക്കറിൽ തന്നെ ഒരൊറ്റ മരം നിൽക്കുന്ന ആൽമരം പോലും ഉണ്ട്. അതുപോലെയുള്ള നമുക്ക് നേരിടാവുന്ന ചില പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു ലാഘവത്തോടെ ആയിരിക്കണം നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും നേരിടേണ്ടത്. അതുപോലെ തന്നെ യുവാക്കളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ ഇപ്പോഴും ഈ 39 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പം 39 വർഷമായി ഈ രാജ്യത്ത് ദേശീയ യുവജന ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് 39 വർഷമായി. ഈ വർഷം 39 വർഷം തികയുക. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഈ 43 കുടുംബങ്ങൾ ഞാൻ കൊടുത്തതാണല്ലോ, ഈ 48 കുടുംബങ്ങളിലെ ആളുകളും വന്നാൽ പോലും ഇവിടെ നിറഞ്ഞ ആൾക്കാരിരിക്കുമായിരുന്നു. നമ്മളെ ഈ കാർഷികോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. ഒരു കർഷകനെ അവനെ ഒരു വ്യവസായിയാക്കി മാറ്റുക, അല്ലെങ്കിൽ എന്റർപ്രണറാക്കി മാറ്റുക എന്ന ഉദ്ദേശം കൂടി കിസാൻ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതിനുവേണ്ടി കിസാൻ സർവീസ് സൊസൈറ്റി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു ആളുകൾക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായ ഏത് യന്ത്രങ്ങളും ഏത് ടെക്നോളജിയും അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും അവരിപ്പം നേടിക്കൊണ്ടിരിക്കുന്ന കാർഷിക വിളകളെ 10 ഇരട്ടി ലാഭകരമാക്കി മാറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനും അതിനു വേണ്ടുന്ന ഏത് മെഷീനറികളും വാങ്ങിച്ചു കൊടുക്കാനും സാങ്കേതിക വിദ്യകൾ കൊടുക്കുവാനും കിസാൻ സർവീസ് സൊസൈറ്റി തയ്യാറാണ്. കൂടാതെ ഇവർ ഈ 10 ഇരട്ടി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉൽപാദനത്തെ വാല്യൂബിൾ പ്രൊഡക്റ്റാക്കി മാറ്റി
നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കാനുള്ള സംവിധാനവും കിസാൻ സർവീസ് സൊസൈറ്റി ഒരുക്കിയിട്ടുണ്ട്. ഏതൊരു വിദ്യ അഭ്യസിപ്പിക്കുന്നതിനും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഏതൊരു മെഷീനറികളും റിപ്പയർ ചെയ്യുന്നതിനും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ഫ്രീ ആയിട്ട് വയനാട് ജില്ലയിൽ കിസാൻ സർവീസ് സൊസൈറ്റി ഒരുക്കിയിട്ടുണ്ട്. അതായത് ഭക്ഷണം ഉൾപ്പെടെ ഇവിടുന്ന് എനിക്ക് ഇന്ന പുല്ല് വെട്ടുന്ന മെഷീൻ്റെ ആ കാര്യങ്ങളെല്ലാം പഠിക്കണം എന്നൊരു കത്തയച്ചാൽ മതി. അവർ വണ്ടിക്കൂലി സഹിതം അങ്ങോട്ട് ചെന്ന് ആദ്യം എന്താ പറയുക, നമ്മൾ ആദ്യം മുടക്കണം. അത് കഴിയുമ്പോഴേ നമുക്ക് ആ പൈസ കിട്ടുന്നത്. ആ രീതിയിൽ അത്രയും സഹായങ്ങൾ ഇവർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നതല്ല, നമ്മളിപ്പോൾ ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഓരോ പ്രാവശ്യവും ഓരോ പ്രസ്ഥാനം നടത്തുന്നത് നമുക്ക് മഹത്തായ മറ്റൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ 3 വർഷം കറക്റ്റായി കണക്കുകളെല്ലാം കാണിച്ച് കൃത്യമായി പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര പ്രാക്ടീസൊക്കെ കൊടുത്ത് ഇത് 3 വർഷം കഴിയുമ്പോൾ കളക്ടർ പരിശോധിച്ച് ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് CSR ഫണ്ട് വാങ്ങിച്ചെടുക്കുവാനുള്ള ഒരു അവസരവും അതിനുള്ള അധികാരവും അതിനുള്ള ഒരു അവകാശം നമുക്ക് കിട്ടുകയാണ്. ഈ CSR ഫണ്ട് തുടങ്ങി മേടിച്ചെടുക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഈ രാജ്യത്തെ ഈ ഫണ്ട് മുഴുവൻ ഈ കരികുന്നത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വീടില്ലാത്തവർക്ക് അങ്ങനെയുള്ള ഫണ്ട് വന്നാൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാം. എന്തെങ്കിലും സഹായങ്ങൾ ആൾക്കാർക്ക് ചികിത്സാ ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും നമ്മുടെ പണമുണ്ട്, ആ പണം ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ആ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം അത് കൃത്യമായിട്ട് ആർക്കാ കൊടുക്കുന്നത് ആ ആളുടെ കയ്യിലേക്ക് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാതെ എറണാകുളത്ത് നടക്കുന്ന കേസ് ഇത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ആ പൈസ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ആർക്കും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അത് ആവശ്യക്കാർക്ക് കൃത്യസമയത്ത് അവരുടെ അപേക്ഷയും വാങ്ങി കൃത്യമായിട്ട് കൊടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നിപ്പം മെലവ് സണ്ണി പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ്. മെലവ് സണ്ണി ഇന്ന് അധ്യക്ഷനാണെങ്കിൽ അതിനകത്ത് നമ്മൾ ചാൻസ് മാറ്റി അടുത്ത ആൾക്ക് കൊടുക്കും. അതുപോലെ ഓരോ അവസരവും സ്വാഗതം പറയാൻ മറ്റൊരാൾക്ക് കൊടുക്കും. അങ്ങനെ ഓരോരുത്തരെയും മാറ്റി ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം കുട്ടികൾക്ക് എന്താ ഉണ്ടാകുന്നത്? അതാണ് സ്വാമി വിവേകാനന്ദ സ്വാമി പഠിപ്പിക്കുന്നത്. കുട്ടികളെ അവർക്ക് മനസ്സിൽ ധൈര്യം ഉണ്ടാക്കി കൊടുത്ത് അവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനാണ് ശ്രമിച്ചത്. ഇപ്പം നമ്മുടെ മോദി സർക്കാർ അതാണ് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുക. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇവർക്കുണ്ടാകുന്ന ഗുണങ്ങളിലേക്ക് വരുന്നത് ഓരോ ഇവരുടെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്ന ഇവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാനും ഇവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാനും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനും അനുഭവ പരിചയമുള്ള അറിവുകൾ ഇവർക്ക് നേടിയെടുക്കുന്നതിനും നൈപുണ്യ വികസനത്തിലൂടെ ഇവർക്ക് പല പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ ഇവർക്ക് കമ്മ്യൂണിറ്റികളിൽ നല്ല സ്വാധീനം ചെലുത്തുവാനും ഇൻഫ്ലുവൻസ് ചെലുത്തുവാനും ഇവർക്ക് കഴിയും. അതിനുള്ള കഴിവ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കും. അത് തന്നെത്താൻ നേടിയെടുക്കുക. ഇപ്പം നമ്മളിങ്ങനെ സദസ്സ് ഒരുക്കി കൊടുക്കുന്നു, ഇവരത് നേടിയെടുക്കണം, തന്നെത്താൻ നേടിയെടുക്കണം. ഈ പ്രത്യേകിച്ച് എനിക്ക് കിസാൻ സർവീസ് സൊസൈറ്റിയെ പറ്റി പറയാനൊന്നുമില്ല. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ യുവജന ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ല കിസാൻ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങളെല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കുന്നില്ലെങ്കിൽ ഇനിയും അടുത്ത റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാനായിട്ടുള്ള ഓഫർ നമുക്ക് വന്നിട്ടുണ്ട്. ഞാനത് വേണ്ട എന്ന് വെക്കത്തേ ഉള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെ 4, 3, 7 പേരെയും വെച്ചുകൊണ്ട് ഇപ്പം ഈ പറയുന്നത് നമ്മൾ ആരെങ്കിലും മുമ്പോട്ട് ഇറങ്ങുമ്പോൾ അവർക്കറിയാമല്ലോ അവരുടെ കയ്യിൽ നിന്ന് കുറേ പൈസ പോകും. ഇതിനകത്ത് 10,000 രൂപ മേടിച്ചെടുക്കകത്ത് 40 പേരെങ്കിലും ചുരുങ്ങിയത് ആളുണ്ടായി അവർക്ക് നമ്മൾ ഫോട്ടോ വീഡിയോ എല്ലാം കൃത്യമായിട്ട് അയച്ചു കൊടുത്ത് അവർക്കൊരു വിശ്വാസവും വന്നെങ്കിൽ മാത്രമേ ആ പൈസ റീഫണ്ട് ചെയ്യുള്ളൂ. അതും ഇല്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം ഇതൊക്കെ നടത്തിയെടുക്കാൻ പറ്റും. അതങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നിർത്താനേ പറ്റത്തുള്ളൂ. ഇനിയും ഇതുപോലുള്ള ധാരാളം സഹായങ്ങൾ കിട്ടണമെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇനിയുള്ള സഹായങ്ങൾ കിട്ടാൻ അവസരം ഉണ്ടാകുകയുള്ളൂ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭാരതം ജയിക്കട്ടെ.
യുവജനദിന ആശംസകൾ നേർന്നുകൊണ്ട് ഭാരതം ജയിക്കട്ടെ, ജയ് കിസാൻ. അടുത്തതായി കൃതജ്ഞതാ പ്രസംഗം പറയുന്നതിന് ശ്രീ സനു തോമസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ദേശീയ യുവജന ദിനത്തിൻ്റെ ആശംസകൾ. യുവജന ദിന ആശംസ പറയുവാനായിട്ട് ശരിക്കും ഒരു യുവജനത്തിൻ്റെ ആയിരുന്നു ആവശ്യം. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞതാണ്, അന്നേരം അവന് ഭയങ്കര മടി. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോഴും മനസ്സിൽ നല്ല യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. മനസ്സുകൊണ്ട് ഇപ്പം ചെറുപ്പമായിട്ട് പിന്നെ ഞാൻ തന്നെ അവന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. അപ്പം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ